السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ റബ്ബിന്റെ വിധികളും വിലക്കുകളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സദസ്സിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. വലിയൊരു ജാമിഅ, നമ്മൾ സ്വപ്നം കാണുന്ന വലിയൊരു ദീനീ സ്ഥാപനത്തിന്റെ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഘട്ടത്തിലാണ് നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത്. ജാമിഅത്തുൽ ഹുദ, ആളുകൾക്ക് സന്മാർഗം പകർന്നു നൽകുന്ന ഒരു കലാലയം, ഒരു സർവകലാശാല. ഈ വിശാലമായ ഭൂമി അത് വഖഫ് ചെയ്ത ആളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ. ഇവിടെ ആ ഒരു ഭൂമിയിൽ വലിയൊരു സ്ഥാപനം, ആളുകൾക്ക് പ്രകാശം ലഭിക്കുന്ന, ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന, ആളുകൾക്ക് വെളിച്ചം ലഭിക്കുന്ന, ചുറ്റുപാടും അന്ധകാരങ്ങളാണ്. എവിടെയൊക്കെ നോക്കിയാലും തിന്മകളും തിന്മകളുടെ വ്യത്യസ്ത രൂപങ്ങളുമാണ്. നമ്മളുടെ ഈ പരിസര പ്രദേശങ്ങളിൽ ശിർക്കിന്റെ വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നീ രണ്ട് സാക്ഷ്യവാക്യങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ പ്രബോധനം ചെയ്യാൻ അതിന് പ്രാപ്തിയുള്ള ദാഇമാരെ വാർത്തെടുക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നത്. നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് ദാഇമാരെ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. പക്ഷെ കർണാടക, ഇവിടെ നിന്ന് അങ്ങോട്ട് മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോൾ അതിൽ കുറവുകൾ കാണുന്നു. ഈ കർണാടകയുടെ തെക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു വെളിച്ചത്തിന്റെ സ്ഥാപനം അത് തുടങ്ങുക എന്നുള്ളത് അതൊരു വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. നോക്കൂ, തുടക്കം തന്നെ എത്ര ഗംഭീരമായിട്ടാണ്. നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ ആൾക്കൂട്ടങ്ങളും എല്ലാ സംവിധാനങ്ങളും സഹകരിക്കാൻ ആളുകളും ഒക്കെയുണ്ട്. ഇതൊന്നുമില്ലാതെ പൂർവികരായിട്ടുള്ള ആളുകൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾക്കുള്ള ദൗത്യം ഇതിനെ നമ്മൾക്ക് വളർത്തിക്കൊണ്ടുവരണം. വലിയ സ്ഥാപനമായി, ലോകത്തെ അറിയപ്പെടുന്ന സ്ഥാപനമായി, ആളുകളെ പഠിപ്പിക്കാൻ പ്രാപ്തിയുള്ള ദാഇമാരെ ധാരാളമായിട്ട് പുറത്തിറക്കുന്ന സ്ഥാപനമായിട്ട് മാറ്റാൻ നമ്മൾക്ക് സാധിക്കണം. ഇതിന്റെ മുന്നിലിരിക്കുന്ന ഷെയ്ഖ് ദക്തോർ തോരിഖ് സഫിയുർ റഹ്മാൻ മുബാറക് പൂരി, അദ്ദേഹം അനുഗ്രഹീതനാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ ലഭിച്ചത് അതിലും വലിയ അനുഗ്രഹമാണ്. അദ്ദേഹത്തിലൂടെ ഇത് ലോകത്തിന്റെ വിവിധ ഭാഗത്ത് അറിയപ്പെടണം. എല്ലാവരുടെയും പരിശ്രമങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ടാകണം എന്നാണ് അറിയിക്കുന്നത്. ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇതിനെ താങ്ങും തണലുമാകാൻ, ഇതിനെ സഹായിക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നാണ് എനിക്ക് എല്ലാവരെയും ഉണർത്താനുള്ളത്. ഈ ഒരു ദീനി സ്ഥാപനം അതിന്റെ ഏതൊരു ചെറിയ കാര്യത്തിലാവട്ടെ വലിയ കാര്യത്തിലാകട്ടെ നമ്മൾ ഇടപെടുമ്പോൾ അതൊക്കെ വലിയ നന്മയായിട്ട് മാറുമെന്നുള്ളത് നമ്മൾക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ല. ദീനിന് വേണ്ടി, ദഅവത്തിന് വേണ്ടി, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നീ കലിമത്തിന് വേണ്ടി നമ്മൾ എന്ത് നടത്തിയാലും, നമ്മൾ സദസ്സിൽ പങ്കെടുത്താൽ പോലും പ്രതിഫലമുണ്ട് എന്നാണ്. അതുകൊണ്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ പരിശ്രമങ്ങൾ ഉണ്ടാകണം. നമ്മളുടെ ഈ ദുനിയാവ് തന്നെ അങ്ങനെയല്ലേ, ധാരാളം പണിയെടുക്കണം, അധ്വാനിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ധാരാളം കർമ്മങ്ങൾ വേണം. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, ഇദാ കുൻത ഫി ദുനിയാ അനിൽ ഖൈരി ആജിസ ഫമാ അൻത ഫീ യൗമിൽ ഖിയാമത്തി സാനിഉ. നമ്മൾ പണിയെടുക്കണം, അധ്വാനിക്കണം, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇത്തരത്തിലുള്ള നന്മയുടെ ഇരട്ടി ഇരട്ടി നന്മകളാകുന്ന കാര്യങ്ങളിൽ നന്നായിട്ട് ഇടപെടണം. ഒരു നന്മ ഒരാൾക്ക് അറിയിച്ചു കൊടുത്താൽ ചെയ്തവന്റെ കൂലിയുണ്ട് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. ഇവിടെ ഒരു തുടക്കമാണ്. നമ്മൾ ഇത് തുടങ്ങി, ഇതിനു വേണ്ടി പരിശ്രമിച്ച് നമ്മളുടെ കാലം കഴിഞ്ഞ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്രയാകുമ്പോൾ
ഇവിടെ ഇതിനെ ഏറ്റെടുക്കാനും നമ്മൾ പകർന്നു നൽകിയ ദഅവത്ത്, നമ്മൾ പകർന്നു നൽകിയ അറിവുകൾ അത് സ്വീകരിച്ച് ആളുകളിലേക്ക് ദഅവത്ത് നടത്തുന്ന ധാരാളം ആളുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾക്ക് നന്മയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചറിവോട് കൂടി അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തോട് കൂടി അങ്ങനെ പരിശ്രമിക്കാൻ, പണിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. അതാണ് നേരത്തെ കവി പറഞ്ഞത്, ദുനിയാവിൽ ഒരു പണിയും എടുക്കാതെ നീ അശക്തനായി ഇവിടെ കഴിഞ്ഞാൽ പരലോകത്ത് നീ എന്താ ചെയ്യാ? ഇങ്ങനൊന്നും ചെയ്യാൻ താല്പര്യമില്ല, ദഅവത്തിന് ഇഷ്ടമില്ല, ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇറങ്ങി പുറപ്പെടാൻ താല്പര്യമില്ലാതെ നമ്മൾ ജീവിച്ച് മരിച്ചു പോകുന്നുവെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ എന്താ നീ ചെയ്യുക? എന്താ റബ്ബിനോട് പറയുക എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് വലിയൊരു സ്ഥാപനമാക്കി മാറ്റണം. ഒരു 5 വർഷം കഴിയുമ്പോൾ ഇവിടെ ബിൽഡിങ്ങുകളും ധാരാളം കുട്ടികളും ധാരാളം അധ്യാപകരും പണ്ഡിതന്മാരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥാപനമായിട്ട് അതിപ്പോ ഇവിടെ ഇരുന്നു കൊണ്ട് കാണാൻ, നമ്മളുടെ മനസ്സിൽ അതിന് രൂപം നൽകാൻ നമ്മൾക്ക് സാധിച്ച് അതിനുവേണ്ടി പണിയെടുക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ ഇതൊരു വലിയ സ്ഥാപനമാകും, ഇതൊരു വലിയ സംഭവമാകുമെന്നാണ് എല്ലാവരെയും ഉണർത്താനുള്ളത്. നമ്മളൊക്കെ ഓരോരുത്തരും, ഞാൻ ഈ സംസാരിക്കുന്ന ഞാനും സ്റ്റേജിലിരിക്കുന്ന ആളുകളും നിങ്ങളെല്ലാവരും അവനവരെ കഴിയുന്ന കാര്യങ്ങളിൽ ഇതുമായി സഹകരിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ സംസാരിക്കുന്നില്ല. ഇതൊരു വലിയ സ്ഥാപനമായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കാനാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ ദായിമാരുടെയൊക്കെ സഹകരണങ്ങൾ, ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ, ഇതിനു വേണ്ട ഏത് കാര്യത്തിൽ സഹകരിക്കേണ്ടി വന്നാലും അതിലൊക്കെ സഹകരണം ഉണ്ടാകും എന്നാണ് അറിയിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനമായിട്ട് ഇത് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.